ിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അങ്ങനെ ശാലിനിയും അമ്മയും കൂടെ ബലിതർപ്പണം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ജോത്സ്യനെ കാണാൻ വീണ്ടും വരികയാണ്. എന്നിട്ട് ജോത്സ്യന്റെ അടുത്ത് പറയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇത്രയും ദൂരെ ആയതുകൊണ്ട് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, ഇതൊന്നും ആരടുത്തും പറയാൻ പറ്റുകയില്ലെന്നൊക്കെ തിരുമേനിയുടെ അടുത്ത് പറയാണ്. അപ്പൊ ജോത്സ്യൻ പറയാം അതൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, എന്തായാലും ശാലിനി വിഷ്ണു വരുമെന്ന് തന്നെ വിശ്വസിച്ചോളൂ, അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിച്ച് അങ്ങ് വിടുകയാണ്. പിന്നീട് ശാലിനി വണ്ടിയിലിരുന്ന് ആകെ വിഷമിക്കുന്നു. കാരണം ഇത് ചെയ്തത് തെറ്റാണോ, ഇനി വിഷ്ണുവേട്ടൻ തിരിച്ചു വരുമോ, ഇനി അമ്മ പറയുന്നത് പോലെ വിഷ്ണു മരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ടെൻഷനായിട്ട് അങ്ങ് ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ മാണിക്കോത്ത് മഹേന്ദ്രൻ നമ്മുടെ സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ പുറത്ത് നമ്മുടെ പിള്ളയാണ് നിൽക്കുന്നത്. അപ്പൊ പിള്ള ചോദിക്കുക ആരാന്ന് ചോദിക്കുക. അപ്പൊ പറയും നീ ആരാന്ന് ചോദിക്കുക. അപ്പം പിള്ള പറയും ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാന്ന് പറയും. അപ്പൊ പറയും ഇവിടുത്തെ ആളെ വിളിക്കുക, എനിക്ക് അവരോടാ സംസാരിക്കേണ്ടതെന്ന് പറയും. അപ്പോഴാണ് സത്യഭാമ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ സത്യഭാമ ചോദിക്കും ആരാ പിള്ളേന്ന് ചോദിക്കും. അപ്പം മഹേന്ദ്രൻ അകത്തേക്ക് കയറും. അപ്പൊ മഹേന്ദ്രൻ പറയും ഞാൻ മാണിക്കോത്ത് മഹേന്ദ്രൻ എന്ന് പറയും. അപ്പം അവരുടെ കമ്പനിയുടെ ബോർഡൊക്കെ കാണിക്കും. അപ്പം മഹേന്ദ്രനാണ് അങ്ങ് എന്താ പറയാ തന്റെ സ്വത്ത് വിവരങ്ങളും ഞാൻ ഈ ഈ നാട്ടിലെ ഏറ്റവും വലിയ പിന്നെ ടേൺ ഓവർ ഉള്ള കമ്പനിയാണ് എന്റേതെന്ന്, ഞാൻ പണക്കാരനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സത്യഭാമയുടെ അടുത്ത് പറയാം. അപ്പൊ സത്യഭാമ പറയും ഇതൊക്കെ എന്നോട് എന്തിനാ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വന്ന കാര്യം പറയാൻ പറയും. അപ്പൊ പറയും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, പൊങ്ങച്ചൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലാസ്റ്റ് അപ്പൊ പറയും ഞാൻ എന്റെ മകനെ കാണാൻ വേണ്ടിയാ വന്നേന്ന് പറയും. അപ്പൊ സത്യഭാമ ചോദിക്കും മകനോ? അപ്പോഴാണ് ശിവൻ അങ്ങോട്ടേക്ക് വരുന്നത്. അതെ, അപ്പം ശിവൻ വരുമ്പം സത്യഭാമയ്ക്ക് മനസ്സിലാവും പിന്നെ ശിവനുമായിട്ടാണ്. അപ്പൊ ശിവനോട് പറയും നീ തിരിച്ചു വരണം എന്ന് പറയും. അപ്പൊ ശിവൻ പറയും എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ഇവിടെ കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് പറയും. അപ്പൊ പറയാം അപ്പൊ നിനക്ക് നിന്റെ അച്ഛനും അമ്മയും വലുത്, അച്ഛനും അമ്മയല്ലല്ലോ വലുത്, നിനക്ക് ഇവിടുത്തെ കളക്ടറും ഇവരൊക്കെയാണോ നിനക്ക് വലുതെന്ന് പറയും. അപ്പൊ ശിവൻ പറയും ഇവിടെ വയ്യാത്തൊരു അച്ഛൻ കിടപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചാടി കയറി വരാൻ പറ്റത്തില്ല, എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് പറയും. അപ്പൊ പറയും എന്ത് ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും എന്റെ കൂടെ നീ ഇപ്പൊ ഇറങ്ങണം എന്ന് പറയും. അപ്പൊ ശിവൻ പറയില്ല ഞാൻ വരില്ല എന്ന് പറയും. അപ്പൊ പറയും നിന്റെ അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തില് നിന്റെ നാവ് കൊണ്ട് അച്ഛാന്ന് വിളിയേൽക്കാനുള്ള വിളിയോടെ എത്ര ക്ഷമയോടെ ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. പിന്നെ നിന്റെ ഈ ജോലി ഇല്ലാതാക്കാനും നിന്റെ കാല് തല്ലി ഒടിക്കാനും നിന്നെ ചങ്ങലക്കിടുക്കാനും ഒക്കെ എനിക്ക് പറ്റും, അത് നീ നിനക്കറിയോന്ന് ചോദിക്കുക. അപ്പൊ ശിവൻ പറയും ഞാനും മാണിക്കോത്തെ രക്തം തന്നെയല്ലേ, എന്തായാലും അച്ഛനാണല്ലോ എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചത്, അതുകൊണ്ട് അതിൽ കുറയത്തില്ല, ഞാൻ തോൽക്കത്തില്ല ഒരിക്കലും എന്ന് പറയാം. അപ്പം മാണിക്കോത്ത് മഹേന്ദ്രൻ പറയാം അപ്പം എന്നാ പിന്നെ ഇവിടെ വെച്ച് എല്ലാം ഉപേക്ഷിക്കുക, പിന്നെ നീ കാരണം ഒരു പെണ്ണ് അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്, നീ യോഹനാനെ തല്ലി അയാള് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ഇതൊന്നും നിനക്ക് അറിയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശിവനെ അങ്ങ് നന്നായിട്ട് പറയാം. അപ്പം നമ്മുടെ സത്യഭാമയാണെങ്കിൽ ആകെ ഇങ്ങനെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം ശിവൻ പറയും ഞാൻ വരില്ല എന്ന് പറയാം. അപ്പൊ മഹേന്ദ്രൻ പറയും ഇനി നീ എന്റെ മകനല്ല, നീ എന്നെ അച്ഛാന്ന് വിളിച്ച് എന്റെ പുറകെ വരരുതെന്ന് പറയും. അപ്പൊ ശിവൻ പറയില്ല. അപ്പൊ ഞാൻ പറയും നീ നാട്ടുകാരുടെ മുമ്പിൽ തെണ്ടുന്നത് ഞാൻ കാണുന്നു പറയും. അപ്പൊ ശിവൻ പറയില്ല ഒരിക്കലും ഇല്ല, നമുക്ക് കാണാം എന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്ക് നിന്നിട്ട് പിന്നീട് നമ്മുടെ മഹേന്ദ്രൻ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പൊ ശിവൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ സത്യഭാമ പറയും മോനെ ശിവ എന്ന് പറഞ്ഞ് ഇങ്ങനെ തോളിൽ തട്ടുക. അപ്പൊ ശിവനാണ് വല്ലാത്തൊരു വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിൽ ശാലിനി ശാരദയെ ഇറക്കി ശാരദയോട് മുറ്റത്ത് നിന്ന് തന്നെ തന്റെ സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. അപ്പൊ ശാരദ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു തന്റെ മകൾക്ക് ഇതൊക്കെ സഹിക്കാനുള്ള ശക്തിയും ബലവും കൊടുക്കണേ ദൈവമേ, എന്തൊക്കെ അനുഭവിക്കണേ ഈ ചെറുപ്രായത്തിൽ നിന്നൊക്കെ സത്യഭാമ ആലോചിക്കുകയാണ്. അപ്പൊ ശാലിനിയോട് അകത്തേക്ക് കയറാൻ പറയുമ്പോൾ കയറത്തില്ല. അങ്ങനെ ശാലിനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, റവന്യൂ മന്ത്രി വരുന്നുണ്ട്, അപ്പൊ ആ കറക്റ്റ് സമയത്ത് എത്തണം, അതുകൊണ്ട് അവിടെ കയറാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഡ്രൈവറോട് പറയും പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കും നമുക്ക് പോകാന്ന് പറഞ്ഞ് അവരങ്ങ് പോവുകയാണ്. അപ്പോഴാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ സത്യഭാമയോട് ചോദിക്കുക എന്താ സത്യഭാമ ഇങ്ങനെ വിഷമിക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ പറയും എന്നാ ചായ കുടിക്കാനാണ് അങ്ങോട്ട് ചെല്ലുക, അവരവിടെ കാണുമെന്ന് പറയുകയാണ് ഹോട്ടലിലേക്ക്. അപ്പൊ ആ സമയത്താണ് നമ്മുടെ സത്യഭാമയുടെ മൂത്ത മകൾക്ക് വേദന വരുന്നത്. അപ്പൊ അവിടെ കിടന്ന് ശ്യാമയാണെങ്കിൽ ആകെ വിഷമിക്കുന്നു. അപ്പൊ പറയുന്ന അമ്മ ഇവിടെ ഇല്ലല്ലോ, ഇനി എന്ത് ചെയ്യുന്നു. അപ്പോഴാണ് ശാരദ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ശാരദ കണ്ടിട്ട് മനസ്സിലാവും എന്തോ പ്രശ്നം. അങ്ങനെ മാഷിന്റെ അടുത്ത് ഓടി ചെല്ലുവേ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറെ വിളിക്കണം, അവൾക്ക് തീരെ വയ്യ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവര് ഡോക്ടറെ വിളിക്കാനൊക്കെ പോവുകയാണ്. പിന്നീടാണെങ്കിൽ ശാലിനി പോകുന്ന വഴിയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും, സമയത്തിന് എത്താൻ പറ്റാത്ത. അപ്പൊ അനു വിളിച്ചിട്ട് പറയും മേഡം പെട്ടെന്ന് തന്നെ എത്തണം, ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്യൂ ആവും എന്ന് പറയും. അപ്പോഴാണ് ഈ ശിവന്റെ വണ്ടി വരുന്നത്. അപ്പൊ പെട്ടെന്ന് ശാലിനിക്ക് അത് വിഷ്ണു ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ശിവന്റെ കൂടെ നേരെ പോകുന്നു, അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോഴത്തേനും മറ്റേ
യൂട്യൂബറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ യൂട്യൂബറുടെ അടുത്ത് നമ്മുടെ ജോൺ അബ്രഹാം പറയും നിനക്ക് ഇത് നല്ല കോള് വന്നിട്ടുണ്ട്, അടുത്ത പരിപാടി തുടങ്ങിക്കുക. അങ്ങനെ വീണ്ടും ശിവനെയും ശാലിനെയും ചേർത്ത് ഇല്ലാ കഥകളൊക്കെ യൂട്യൂബിൽ പ്രചരിപ്പിക്കുകയാണ്. പ്രചരിപ്പിച്ചതിന് ശേഷം അത് ഡെയ്സിയുടെ വീട്ടിലും കാണുന്നു. അങ്ങനെ ഡെയ്സി എല്ലാവരും കാണിക്കുന്നു. ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.